ചെയ്യാനെത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ വെളിയങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ബീരാൻകുട്ടി സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിച്ചോളുന്നു. കമ്മിറ്റിയെക്കുറിച്ച് ഞാൻ ഇവിടെ നമ്മുടെ നാട്ടുകാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നിരവധി മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നായി ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. ഈ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടയിൽ അത് ഏറ്റവും മഹത്തരമായ ഒരു പ്രവർത്തനമാണ്. ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഇന്നിവിടെ നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത്. ജൈവകൃഷിയെക്കുറിച്ച് കർഷകരായ ഇവിടെ പങ്കെടുത്ത സുഹൃത്തുക്കളോട് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നമ്മളൊക്കെ വിഷാംശമടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുമ്പൊന്നും ഇല്ലാത്ത രീതിയിലുള്ള മഹാരോഗങ്ങൾ കടിമപ്പെട്ട് കഷ്ടപ്പെടുന്ന ഏറ്റവും പാവപ്പെട്ടവരും ഏറ്റവും ധനികരും അതേപോലെ തന്നെ ഇടത്തരം എല്ലാവരും അതിൻ്റെ ദോഷങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ആരോഗ്യപരമായ കാര്യങ്ങൾ. നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചുള്ള അതിൻ്റെ കൃത്യമായ വൃത്തിയെക്കുറിച്ച് നോക്കാനാണ്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഈ കേരളത്തിലേക്ക് അയക്കുന്ന പച്ചക്കൃഷി വേറെ തന്നെയാണ് അവർ കൃഷി ചെയ്യുന്നത്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ തന്നെ ആളുകൾക്ക് സ്പെഷ്യലായി അത് വേറെ കൃഷി ചെയ്യുന്നു. ഇതൊക്കെ തന്നെ ഞാൻ പറയാതെ തന്നെ നമ്മളൊക്കെ മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് തന്നെ ഈ ജൈവകൃഷിയെക്കുറിച്ച് ഉള്ള ഒരു അവബോധം, ഇതുപോലെ ബോധവൽക്കരണം വളരെ അത്യാവശ്യമായ കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ സഞ്ചരിക്കുന്നത്. അതിനു മുന്നേ ചെറിയ ചെറിയ കമ്മിറ്റികളും മറ്റും നടത്തുമായിരുന്നു. ആദ്യം മുതലേ ഉള്ള ഒരു വ്യക്തി എന്ന നിലക്കും ഫൗണ്ടർ മെമ്പർ എന്നൊക്കെ നമുക്ക് പറയാം എന്ന നിലക്കും ചില വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും തൻ്റെ സാന്നിധ്യം ഏത് സമയത്തും, ഏത് രാവിലും പകലിലും രാത്രിയിലും ഏത് സമയമാണെങ്കിലും എത്ര വൈകിയാലും എത്ര സന്ദർഭത്തിലും തൻ്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും കാണിക്കുകയും എവിടെ പോകാനാണെങ്കിലും കൂടെ വരാനും നടക്കാൻ പ്രയാസമുണ്ടെങ്കിലും 4ഉം 5ഉം ഫ്ലോറ് കയറി നടന്നു വരാൻ സ്ഥൈര്യവും ധൈര്യവും ആത്മാർത്ഥതയും കാണിക്കുന്ന ഒരു പ്രവർത്തകൻ ഞങ്ങളോടൊപ്പം ഖത്തറിലുണ്ട്. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം വേദിയിലുണ്ട്. അദ്ദേഹത്തെ കമ്മിറ്റിക്ക് വേണ്ടി ആദരിക്കണമെന്ന് കമ്മിറ്റി വളരെ നിർബന്ധപൂർവം ഞങ്ങളെ ഏൽപ്പിച്ചതാണ്. അദ്ദേഹത്തെ ആദരിക്കുവാൻ എന്നൊരു സന്ദർഭമുണ്ട്. അദ്ദേഹത്തെ ആദരിക്കുവാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രിയങ്കരനായ മുഹമ്മദ് ജിഷാർ സാഹിബ് അവർകളാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ബീരാൻകുട്ടി സാഹിബ് അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കൈയും കാലും നടക്കാനും ഓടാനും ചാടാനും നമുക്കാർക്കും പ്രയാസമില്ല. എന്നാൽ അദ്ദേഹം നടന്നു വരുന്നത് നമുക്ക് കാണുമ്പോൾ പ്രയാസം തോന്നും.
പലപ്പോഴും നമ്മൾ പലയിടത്തേക്കും പോകുമ്പോൾ അദ്ദേഹം കൂടെ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മെ ചീത്ത പറയും, എന്തിനാണ് അദ്ദേഹത്തെ കൂടെ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞ്. കാരണം അത്രയ്ക്ക് പ്രയാസപ്പെട്ടാണ് പലപ്പോഴും അദ്ദേഹം പലരുടെ അടുത്തേക്കും പോകുന്നത്. എന്നിട്ടും കമ്മിറ്റിയുടെ ആവശ്യങ്ങൾക്ക് നമ്മോടൊപ്പം സജീവമായി ഉണ്ടാകുന്നു എന്ന പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടും കമ്മിറ്റിയുടെ ഫൗണ്ടർ മെമ്പർ എന്ന നിലക്കും അന്നും ഇന്നും സജീവമായി നമ്മോടൊപ്പം ഉണ്ട് എന്ന നിലക്കും അദ്ദേഹത്തെ ആദരിക്കുന്നു. അതിനുവേണ്ടി രണ്ടുപേരെയും വളരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് സംസ്ഥാന തലത്തിൽ ജൈവ കൃഷി ചെയ്യുന്നതിൻ്റെ പേരിൽ അവാർഡ് ലഭിച്ച ചന്ദ്രൻ മാഷ്, അതോടൊപ്പം നമ്മൾക്ക് ക്ലാസ് എടുക്കുന്ന ചന്ദ്രൻ മാഷ്, അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി ചന്ദ്രൻ മാഷെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അതോടൊപ്പം ആദരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ബീരാൻകുട്ടി സാഹിബ് അവറുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സംസ്ഥാന അവാർഡ് ജേതാവ് ചന്ദ്രൻ മാഷ് സ്വീകരിക്കുന്നു. നമ്മുടെ പ്രസിഡന്റ് ബീരാൻകുട്ടി സാഹിബ് അവറുകൾ സമർപ്പിക്കുന്നു. അടുത്തതായി നമ്മുടെ വെളിയങ്കോട് സജീവമായി കൃഷി ചെയ്യുന്ന കുറച്ച് കർഷകരുണ്ട്. അവരെ ആദരിക്കുന്ന പരിപാടിയാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇൻഷാ അല്ലാഹ് ആ പരിപാടി തീർത്ത് വളരെ ഗഹനമായ ഒരു ക്ലാസ് നമുക്ക് എല്ലാവർക്കും കേൾക്കാനുണ്ട്. നിങ്ങളെല്ലാവരും എത്തിയിട്ടുള്ളത് ആ ക്ലാസ്സിനാണ് എന്നറിയാം. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ആ പരിപാടി തീർക്കാം. അതിനുവേണ്ടി ആദ്യമായി നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ നമ്മുടെ ഒനാക്കൽ അബ്ദുള്ള ഹാജി അവരുകളെ ആദരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ അബ്ദുള്ള ഹാജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ക്ലാസ് എടുക്കുന്ന അതുപോലെ തന്നെ ചന്ദ്രൻ മാഷ് അവറുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഉപഹാരം നൽകുന്നതിന് വേണ്ടി ബഹ്റൈൻ പോലീസ് പ്രതിനിധി അനുഭവം കഴിക്കുന്നു. ആദരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ആദരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാന്യനായ ചന്ദ്രൻ സാർ അവരുടെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പഠനവും പഠിപ്പിക്കലും എല്ലാവരോടൊപ്പം തികഞ്ഞ കർഷകർ കൂടിയാണ് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. ചെടി നൽകുന്നു. ഉപഹാരം നൽകുന്നതിന് വേണ്ടി ഭംഗിയ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
സംഘാടകൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബീരാൻകുട്ടി സാഹിബ്, കർഷക സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഇവിടെ ഇന്നത്തെ പരിപാടി ശരിക്കും കർഷകരെ ആദരിക്കലും അതുപോലെ തന്നെ കർഷകർക്കുള്ള ഒരു ക്ലാസ്സുമാണ്. അതിന് ചന്ദ്രൻ മാഷ് എത്തിയിട്ടുണ്ട്. നിങ്ങളൊക്കെ ആകാംക്ഷപൂർവ്വം ആ ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശംസ എന്ന് പറയുന്ന ഒരു മസാല മാത്രമാണ്. പക്ഷേ വലിയൊരു പ്രവർത്തനമാണ് ഖത്തർ വെളിച്ചം വെളിയങ്കോട് ചെയ്തിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ സാധ്യല്ല. കാരണം 50 വയസ്സിലെങ്കിലും കൂടുതലുള്ള ആളുകൾക്ക് ആ 50 കൊല്ലങ്ങൾക്ക് മുമ്പേ ആ ഒരു സമയത്ത് അവരുടെ ചെറുപ്പകാലത്തിലുണ്ടായിരുന്ന കാർഷിക അനുഭവങ്ങളും ഇവിടുത്തെ പ്രകൃതിയും സംസ്കാരവും ഒക്കെ തന്നെ ഇന്ന് നിലനിൽക്കുന്ന കാർഷിക വൃത്തിയും ഇവിടുത്തെ സംസ്കാരവും ജീവിത രീതിയും തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കിയാൽ നമ്മളൊക്കെ ജീവിതശൈലി രോഗങ്ങളെന്ന് വിളിക്കുന്ന മനുഷ്യനെ കാർന്നു തിന്ന പല രോഗങ്ങളും എന്തുകൊണ്ട് വന്നു എന്നുള്ളതിന് മറ്റൊരു കാരണം തേടിപ്പോകേണ്ടതില്ല എന്നുള്ളതാണ് സത്യം. അതിന് കാരണം എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഒരുപക്ഷെ നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട തിരക്ക്, അതല്ലെങ്കിൽ കൃഷിക്ക് ഭൂമി കിട്ടായ്മ എന്നൊക്കെ തന്നെ കൂടുതൽ ആളുകൾ പറയുന്നുണ്ടെങ്കിലും അതിന് പ്രധാനപ്പെട്ട കാരണം ഇത്തരം കാർഷിക വൃത്തിയിൽ ജനങ്ങൾക്ക് താല്പര്യം കുറഞ്ഞു എന്നുള്ളത് തന്നെയാണ്. വെയിൽ കൊണ്ടാൽ നിറം കറുത്തു പോവും, കയ്യിൽ ചളി പുരണ്ടു പോവും. പശുവിനെയും കോഴിനെയും ഒക്കെ വളർത്തിക്കഴിഞ്ഞാൽ മുറ്റം കാഷ്ടിച്ച് വൃത്തിയാക്കും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ചെറുപ്പം സമൂഹമാണ് നമുക്കുള്ളത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവിടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും കിട്ടുന്ന വിഷം നമ്മൾ വാങ്ങിച്ച് തിന്നുമ്പോൾ നമ്മളുടെ പുറം ഭംഗിയിലുണ്ടാകുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെ അകത്ത് കാർന്നു തിന്നുന്ന രോഗാണുക്കൾ വരുന്നു എന്നുള്ള തിരിച്ചറിവ് ഇപ്പോൾ നമുക്കൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. സർക്കാരുകളും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും ഈ കാര്യത്തിൽ വളരെ ആത്മാർത്ഥമായി മുന്നിട്ടിറങ്ങി വന്നു എന്നുള്ളത് തീർച്ചയായിട്ടും പ്രോത്സാഹജനമാണ്. ഇപ്പം ഷംസുദ്ദീൻ്റെ കാര്യം ഇവിടെ പറഞ്ഞത് എനിക്ക് കണ്ടറിവുള്ളതാണ്. പൊന്നാനിയിൽ ഒരു മിസ്റ്റർ ഇബ്രാഹിം കുട്ടി BDA ആയിട്ട് റിട്ടയർ ചെയ്തതാണ് അദ്ദേഹത്തിന് 15 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അതിനകത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകാത്ത വൃക്ഷങ്ങളില്ല, അവിടെ ഉണ്ടാകാത്ത പച്ചക്കറികളില്ല, അദ്ദേഹം വളർത്താത്ത പക്ഷി മൃഗാദികളില്ല. ഓരോരുത്തർക്കും വേണ്ട മുഴുവൻ സംഗതികളും അതാത് തൊടികളിൽ ഉണ്ടാക്കാവുന്ന എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ടായിട്ട് പോലും ഇന്ത്യയിലെ മിക്ക സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് കേരളത്തിലെ ഭൂപ്രകൃതിയും അതുപോലെ തന്നെ കാലാവസ്ഥയും കൃഷിക്ക് കൃത്യമായി അനുകൂലമായ എല്ലാ ഘടകങ്ങളും ഉണ്ടായിട്ട് പോലും ഇഷ്ടത്തിന് വെള്ളം ലഭിക്കുന്ന നാടായിട്ട് ഇരുന്നിട്ട് പോലും നമ്മളൊക്കെ ഇതിന് മുഖം തിരിഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ആത്മഹത്യയിലേക്ക് സ്വയം പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടെ ഈ പരിപാടിക്ക് ഇവിടെ നേതൃത്വം കൊടുത്ത ഇതിൻ്റെ സംഘാടകർക്കും അതുപോലെ തന്നെ ഇന്നിവിടെ ആദരം ഏറ്റുവാങ്ങിയ കർഷകർക്കും ഇതിന് മുഴുവൻ പ്രോത്സാഹനം നൽകിയ നാട്ടുകാർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. യോഗാധ്യക്ഷൻ ശ്രീ CG കണ്ടങ്കോട്, വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാന്യനായ ശ്രീ KK ബീരാൻകുട്ടി സാഹിബ്, ബഹുമാന്യനായ ശ്രീ ചന്ദ്രൻ മാസ്റ്റർ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാരെ, മറ്റ് സഹോദരന്മാരെ, ശീലങ്ങളിലെ അമിതമായ കീടനാശിനി പ്രയോഗം മൂലം ഭക്ഷണ പദാർത്ഥങ്ങളിലെ മാരകമായ വിഷാംശങ്ങളും മനുഷ്യനെ നമ്മെ നിത്യരോഗികളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന പുതിയ പഠന റിപ്പോർട്ടുകളാണ് നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നാം താമസിക്കുന്ന പ്രത്യേകിച്ച് നമ്മുടെ തീരദേശ മേഖലകളിലും അതുപോലെ തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന പരിസര പ്രദേശങ്ങളിലുമെല്ലാം ഇത്തരത്തിലുള്ള ഇതിൻ്റെ ഭവിഷ്യത്തുകൾ, മാരകമായ രോഗങ്ങൾ, ക്യാൻസർ, അതുപോലെ തന്നെ ആമാശയ കിഡ്നി സംബന്ധമായ അസുഖങ്ങളൊക്കെ വളരെയധികം വർദ്ധിച്ചു വരുന്നതായി പഠന റിപ്പോർട്ടുകൾ നമ്മെ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്, നമ്മുടെ സംസ്ഥാനം പ്രത്യേകിച്ചും ഇതിനൊന്നും സ്വയം പര്യാപ്തമല്ലാത്ത ഒരു അവസ്ഥയിലാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളെയാണ് നാം കൂടുതലായും ആശ്രയിച്ചു പോരുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് അതിർത്തികളിലൂടെ ചെക്ക് പോസ്റ്റുകളിൽ
പണച്ചാക്കുകൾ ഒഴുക്കി അവിടുത്തെ പക്ഷികൾക്കും കാക്കകൾക്കും പ്രാണികൾക്ക് പോലും വേണ്ടാത്ത കൊടിയ വിഷാംശമേറിയ മാരകമായ പച്ചക്കറികൾ ഉത്ഭുതരും വിദ്യാസമ്പന്നവരിൽ നിന്ന് നാം അവകാശപ്പെടുന്ന നമ്മുടെ മലയാളികളുടെ അണ്ണാക്കിലേക്ക് തമിഴൻ കൊണ്ടുവന്ന് തള്ളുമ്പോൾ നമ്മളത് വാങ്ങിക്കഴിക്കുവാൻ ഞാനും നിങ്ങളും അടക്കമുള്ള നമ്മുടെ കുടുംബവും കുടുംബിനികളും എല്ലാവരും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. അതിനെതിരെ അല്പമെങ്കിലും ചെറിയ ഒരു അനക്കമെങ്കിലും നമുക്ക് നൽകിക്കൊണ്ട് നമ്മുടെ തോട്ടങ്ങളിൽ, അതുപോലെ തന്നെ നാം താമസിക്കുന്ന 5 സെന്റായാലും 10 സെന്റായാലും എത്ര കുറഞ്ഞ സ്ഥലമായാലും നമ്മുടെ വീടുകളിൽ അടുക്കളത്തോട്ടങ്ങളിൽ ജൈവ കൃഷി, കീടനാശിനികളില്ലാത്ത തികച്ചും വളരെയധികം ജൈവ കൃഷി രൂപത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിനും കുട്ടികൾക്കും വളർന്നു വരുന്ന തലമുറക്കും ആരോഗ്യകരമായ ഒരു നിലനിൽപ്പിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കേണ്ടതിൻ്റെ, പരസ്പരം കൈകോർക്കുന്നതിൻ്റെ ഒരു ആവശ്യകതയാണ് ജീവകാരുണ്യ കൂട്ടായ്മയായ ഖത്തർ വെളിച്ചം ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. ഈ പദ്ധതിയിൽ ഭാഗവാക്കായിക്കൊണ്ട് ഇതിൻ്റെ എല്ലാ മേഖലകളിലും ഇത് ഇവരുടെ നടത്തിയെന്ന് വിചാരിച്ചുകൊണ്ട് അത് പരിപൂർണമാകുന്നില്ല. ഇതിൻ്റെ കൈകൾ നമ്മളുടെ കൈകളിലാണ്, ഇതിൻ്റെ വിത്തുകൾ എന്ന് പറഞ്ഞ പോലെ നമ്മ അതിനെ വളരെയധികം നമ്മുടെ കയ്യിൽ അതിനെ ഇച്ഛാശക്തിയോടുകൂടി നാം ആ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ മഹത്തായ ജൈവസ്പർശം എന്ന പദ്ധതിയെ നമ്മുടെ നാടിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു സമ്പത്താക്കി മാറ്റിയെടുത്ത് എല്ലാ മേഖലകളിലും, നമ്മുടെ വീടുകളിലും അതുപോലെ തന്നെ സ്കൂളുകളിലും പൊതുസ്ഥലങ്ങളിലും ആശുപത്രിയുടെ വരാന്തകളിലും എല്ലാം കൃത്രിമമില്ലാത്ത തികച്ചും ജൈവകൃഷിയിലൂടെ നിർമ്മിച്ചെടുക്കുന്ന പച്ചക്കറികളും തക്കാളിയും വെണ്ടക്കയും വഴുതനങ്ങയും കുമ്പളങ്ങയും എല്ലാം പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു നല്ല നാളെയുടെ, ഒരു നല്ല വെളിയങ്കോടിൻ്റെ പുനഃസൃഷ്ടിക്ക് വേണ്ടി നമുക്ക് പരസ്പരം ഈ ജൈവസ്പർശം എന്ന പദ്ധതിയിൽ കൈകോർക്കാം. ഇതിനു വേണ്ടി എല്ലാവിധ അനുഗ്രഹാശംസകളും നേർന്നുകൊണ്ട് ജീവകാരുണ്യ കൂട്ടായ്മയായ ബഹ്റിൻ വെളിച്ചത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹാശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ജീവസ്പർശം. അടുത്തതായി നമ്മുടെ ഖത്തർ വെളിച്ചം വെളിയങ്കോടിൻ്റെയും സംയുക്തമായ ഓരോ വീട്ടിലും അടുക്കളത്തോട്ടത്തിൻ്റെ വെളിയങ്കോട് മാറഞ്ചേരി കൂട്ടായ്മയുടെ പ്രതിനിധി ബഹിയ ഫായിസ് 2 വാക്ക് നമ്മളോട് സംസാരിക്കുന്നു. ആദരപൂർവ്വം അവരെ ക്ഷണിക്കുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും നമ്മൾ അവരെ കുറ്റപ്പെടുത്തേണ്ടതില്ല. കാരണം അവർക്ക് കൃഷി ജീവിക്കാനുള്ള മാർഗമാണ്, വരുമാന മാർഗമാണ്. അവർക്കതിൽ വിഷം ചേർത്ത് പാറ്റയും അല്ലെങ്കിൽ കീടങ്ങളും എത്താത്ത രീതിയിൽ കൂടുതൽ വിളവുണ്ടാക്കിയാലേ അവർക്ക് ജീവിക്കാൻ പൈസ കിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാം, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന, നമ്മുടെ വിയർപ്പൊഴുക്കി ഉണ്ടാക്കുന്ന ആ ഒരു പണം കൊണ്ട് ദിവസവും വൈകുന്നേരം നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചു കൊണ്ടുവരുന്നത് വിഷമാണ്. സ്വന്തം മക്കൾക്ക് നമുക്ക് പൈസ കൊടുത്ത് വിഷം വാങ്ങിച്ചു കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് ആരാനു വേണ്ടി കർഷകർക്ക് വിഷം തളിച്ച് പച്ചക്കറി ഉണ്ടാക്കിക്കൂടാ? അവർ നമുക്ക് കൂടുതൽ വിഷമുള്ളത് വിറ്റുവെങ്കിൽ അതിന് കാരണം നമ്മൾ മടിയന്മാരായതാണ്. അവർ വിഷം തളിച്ച പച്ചക്കറി നമുക്ക് തന്നില്ലായിരുന്നുവെങ്കിൽ നമ്മൾ പട്ടിണി കിടന്ന് ചാവും. ഇപ്പൊ നമ്മൾ വിഷം കഴിച്ച് പതിയെ ചാവും. അവർ തന്നില്ലെങ്കിൽ നമ്മൾ പട്ടിണി കിടന്ന് ചാവും. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, നമ്മളെല്ലാവരും മടിയന്മാരായി. ഇനി നമ്മൾ തമിഴ്നാട്ടിലെ കർഷകരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിലും ഒരുപാട് കർഷകർ കൃഷി ചെയ്ത് വിൽക്കുവാൻ വേണ്ടിയിട്ട് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവരെല്ലാവരും പൂർണ്ണമായും ജൈവ രീതിയിൽ അല്ലെങ്കിൽ വിഷമില്ലാത്ത ഭക്ഷണമാണ് നമുക്ക് തരുന്നത് എന്ന് നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം ജൈവ പച്ചക്കറിയാണെങ്കിൽ അതിൽ വിളവ് താരതമ്യേന മറ്റേതിനെ അപേക്ഷിച്ച് ചിലപ്പോൾ കുറവായിരിക്കും, ചിലപ്പോൾ പുഴുക്കുത്തുണ്ടായിരിക്കും. അതൊക്കെ എന്തുകൊണ്ടാണ്? ഇത് ജൈവമായ നാടൻ രീതിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. പല നാടൻ കർഷകർ എന്ന് പറയുന്ന ആളുകളുടെയും തോട്ടങ്ങൾ സന്ദർശിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, ഒരു ഈച്ചനെയോ ഒരു പ്രാണിയെയോ നമുക്ക് തെരഞ്ഞാൽ കിട്ടില്ല. അവർ ചെയ്യുന്നത് ജൈവമാണ് എന്ന്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പൂർണ്ണമായും പ്രാണികളെ കൊന്ന് അകറ്റി നിർത്തുന്നുവെങ്കിൽ അവരും ചെറിയ തോതിലെങ്കിലും മറ്റുള്ളത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്.
നമ്മൾ ജൈവ കൃഷി രീതിയിൽ ഒരിക്കലും പ്രാണികളെ കൊന്നു കളയല്ല, മറിച്ച് അവയെ നമ്മുടെ കൃഷിയിടത്തിൽ നിന്ന് ഓടിക്കാണ്. അത് കൂടുതൽ വിളവ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, ചിലപ്പോൾ നട്ടതെല്ലാം മുളച്ചെന്ന് വരില്ല. പക്ഷേ നമ്മൾക്ക് ക്ഷമ വേണം, കാരണം നമ്മുടെ മക്കൾക്കും നമുക്കും കഴിക്കാനുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് വലിയ സാമ്പത്തിക നഷ്ടമൊന്നും വരാനില്ല, ഉള്ളത് നേട്ടം മാത്രമാണ്. ഇപ്പൊ ഈ പെരുന്നാളിന്റെ സമയത്ത് കുറെ തക്കാളി എൻ്റെ ടെറസിലുണ്ടായപ്പോൾ പലരും എന്നോട് ചോദിച്ചു, 1.5 കിലോന് 10 രൂപയുള്ള തക്കാളിയാണോ ഈ ഉണ്ടാക്കണത്? ആ നേരം 1 കിലോന് 65 റുപ്യ 70 റുപ്യുള്ള സവാള ആയിരുന്നെങ്കിലോ എന്ന്. വില കൂടുതലുള്ളത് ഉണ്ടാക്കി സാമ്പത്തിക നേട്ടം കൊയ്യുക എന്നുള്ളതല്ല, നമുക്ക് നിത്യോപയോഗത്തിനുള്ള സാധനങ്ങൾ വിഷമില്ലാതെ കഴിക്കുക എന്നുള്ളതാണ്. 10 രൂപയുടെ തക്കാളി എന്നതിനേക്കാളേറെ അത് കഴിച്ച് ഭാവിയിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ചിലവാക്കുന്ന കാശ് കൂടെ അതിനോട് ചേർത്ത് വായിക്കുമ്പോൾ ജൈവ ഉൽപ്പന്നത്തിൻ്റെ വില നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം ഇന്നിവിടെ വന്ന പലർക്കും ഗ്രോ ബാഗ് കിട്ടിയില്ല, ചകിരിച്ചോറ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ആരും അതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നില്ല, ഇത് വെറും തുടക്കമാണ്. ഈ മൊത്തം ജൈവസ്പർശത്തിന്റെ ഉദ്ഘാടനം മാത്രമാണ് ഇവിടെ നടന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കൂടുതൽ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. അടുത്തതായി 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി നമുക്ക് എല്ലാ സൗകര്യവും ചെയ്ത് സ്കൂള് വിട്ടു തന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ടീച്ചർ ഫസില ടീച്ചർ അവർ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഭക്ഷണം നൽകുന്നതിന് പോഷക സമൃദ്ധമായ ഭക്ഷണം നൽകുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷവും ഇവിടുത്തെ MTA അംഗങ്ങളും ഇവിടുത്തെ അധ്യാപകരും കുട്ടികളും നാം പറയുന്ന പോലെ വളരെ ചെറുപ്പത്തിൽ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ ഇപ്പോൾ ഇവിടെ പ്രസംഗിച്ച പലരും പറഞ്ഞു. ഇപ്പോൾ പച്ചക്കറി അല്ലെങ്കിൽ മണ്ണിൽ കൈ കുത്തുക അതൊന്നും ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന്. അപ്പം നമ്മുടെ പിഞ്ചു തലമുറയ്ക്ക് കൃഷി ഒരു സംസ്കാരമായി വളർത്തിയെടുക്കാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയുന്ന തരത്തിൽ ഈ വിദ്യാലയത്തിൽ തന്നെ പ്രവർത്തനം സംഘടിപ്പിച്ചതിന് ഇതിൻ്റെ സംഘാടകരോട് വളരെയധികം സന്തോഷം പങ്കുവയ്ക്കുന്നു. മാത്രമല്ല ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന ശ്രീമതി ബഹിയ ഫായിസിനെ പ്രത്യേകം ഈ വേദിയിൽ അനുമോദിക്കുന്നു. ഈ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അടുത്തതായി ഖത്തർ വെളിച്ചം വെളിയങ്കോടിൻ്റെ ഒരു പ്രോമിസ് ഉണ്ടായിരുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 250 കുടുംബങ്ങളിലേക്ക് ആവശ്യമായ വിത്തുകളും തൈകളൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങളെ വ്യക്തമായി പഠിപ്പിച്ചു തരുമെന്ന്. അതിൻ്റെ തുടക്കമെന്നാണോ തൈ വിതരണത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നമ്മുടെ വാർഡ് മെമ്പർ റസിയത്ത ഉദ്ഘാടനം ചെയ്യുകയാണ്. അത് ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി ഹസീന അവറുകളെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നൽകുന്നതിനു വേണ്ടി നമ്മുടെ വാർഡ് മെമ്പർ റസിയത്തയെയും വളരെ ആദരപൂർവ്വം പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. കഴിക്കുന്ന വിഷാംശമടങ്ങിയ പച്ചക്കറികൾ അതിനെ പറ്റിയും അത് കഴിച്ചാലുണ്ടാകുന്ന നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റിയുമെല്ലാം ഇവിടെ മുമ്പ് പ്രസംഗിച്ച എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ വീട്ടിൽ അടുക്കളത്തോട്ടം, ഓരോ വീട്ടിലും അടുക്കളത്തോട്ടം, നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നാം തന്നെ ഉണ്ടാക്കി അത് കഴിച്ചാൽ അണുയുക്തമായ പച്ചക്കറികൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. തമിഴ്നാട്ടിൽ നിന്നും ദീർഘകാലം കേടുകൂടാതെ ഇരിക്കുന്നതിന് വേണ്ടി എൻഡോസൾഫാൻ പോലെയുള്ള മരുന്നുകൾ അടിച്ച് വരുന്ന പച്ചക്കറികൾ ഉപയോഗിച്ച് നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും ശാരീരികമായ പലവിധ രോഗങ്ങളും ഉണ്ടാകുന്നുണ്ട്. തന്മൂലം തന്നെ ഇത്തരത്തിലുള്ള ഈ ഖത്തർ വെളിച്ചം വെളിയങ്കോടിൻ്റെ ഇത്തരത്തിലുള്ള നല്ലൊരു പ്രവർത്തനം മൂലം ജനങ്ങളിലേക്ക് കൃഷി ചെയ്യുന്നതിനും ഓരോരോ വീട്ടിലും പച്ചക്കറികൾ ഉണ്ടാക്കുന്നതിനും അവർക്ക് ആവശ്യമായ അത് ഉൽപ്പാദിപ്പിക്കുന്നതിനും വേണ്ട അവരുടെ ഒരു പ്രോത്സാഹനം കൂടിയാണ് ഈ ഒരു പരിപാടി. ഇത്തരത്തിലുള്ള നല്ല ഒരു പരിപാടി നടത്താൻ
ഇതിൻ്റെ ഈ ഖത്തർ വെളിച്ചം വെളിയങ്കോട് കമ്മിറ്റിയുടെ മുഴുവൻ ഭാരവാഹികളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഓരോരുത്തരായി പേരെടുത്തർ പറയുന്നില്ല. ഇതിൽ പ്രവർത്തിച്ച എല്ലാ ആളുകളെയും ഞാൻ എൻ്റെ അഭിനന്ദനം അറിയിക്കുകയാണ്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഖത്തർ സംഘടനയോടും അതേപോലെ ഒരേ വീട്ടിലെ അടുക്കളത്തോട്ടം, ഓരോ വീട്ടിലും അടുക്കളത്തോട്ടം എന്ന ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ അഡ്മിൻ ഫായിസ ടീച്ചറോടും ഞാൻ നന്ദി പറയുന്നു. കൂടാതെ ഇവിടെ ബഹുമാന്യരായ അധ്യക്ഷൻ അവർക്കും വേറെ നിങ്ങൾ കേൾക്കാൻ വന്നിരിക്കുന്ന നിങ്ങളോടെല്ലാം ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾ ഹോപ്പ് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കാൻ ഒരു കാരണമുണ്ടായി. ഈ ക്യാൻസർ എന്ന് പറയുന്ന മാരാരോഗങ്ങൾ ഞങ്ങളിൽ 32 മെമ്പേഴ്സാണ് ഇതില്ലേ. 32 മെമ്പേഴ്സിലും ആളുകൾക്ക് എല്ലാവരും ഇതുകൊണ്ട് അവശത അനുഭവിച്ചവരാണ്. സ്വന്തം പെങ്ങളെ നഷ്ടപ്പെട്ടവർ, അച്ഛനെ നഷ്ടപ്പെട്ടവർ, അതേമാതിരിയുള്ള ആളുകൾ ചേർന്ന് ഞങ്ങൾ സ്വന്തം മാസം പൈസ എടുത്തുകൊണ്ട് നടക്കുന്നൊരു സംഘടന. ഇത് കേരളം എന്നല്ല, നോർത്ത് ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പല ഭാഗങ്ങളിലും. അതിൽ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് ഒരു മീഡിയയായി ഇതിനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം ജനങ്ങളിലേക്ക് എത്തിപ്പെടാൻ. പക്ഷേ ഇന്ന് ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഇവിടെ ഇവർ വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആവശ്യം, ഗ്രോ ബാഗ്, അത് നിങ്ങൾക്ക് പുറത്ത് കിട്ടുന്ന വിലനെക്കാട്ടിലും ഞങ്ങൾ സബ്സിഡി റേറ്റിൽ വില കുറച്ചിട്ടാണ് ഇവിടെ തരുന്നത്. ഇനിയും നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സംഘടനയുടെ ആളുകളോട് നിങ്ങൾ ബന്ധപ്പെടുക, അവർക്ക് ഞങ്ങൾ എത്തിച്ചു കൊടുക്കാം. പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് വീട്ടിൽ കൃഷി ചെയ്യാനുള്ള 5 തരം വിത്തുകളും സൗജന്യമായി ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് ഫേസ്ബുക്കിലൂടെ ബന്ധമുള്ളവർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകും. എത്രത്തോളം കവറുകൾ ഞങ്ങൾ അയക്കുന്നു, ഏതൊക്കെ രീതിയിൽ ചെയ്തു കൊടുക്കുന്നു. അതേമാതിരി ഈ ക്യാൻസർ എന്ന് പറയുന്ന മാരാരോഗത്തിൻ്റെ ഒരു 75% കാരണവും നമ്മുടെ ഈ ഭക്ഷണ രീതികളാണ്. കാരണം ഞാനും ഇതേമാതിരി ആയിരുന്നില്ല. നല്ല ഫ്രാങ്കായിട്ട് അടിച്ചു പൊളിച്ച് ജീവിച്ചു കഴിഞ്ഞിരുന്നവനായിരുന്നു. സ്വന്തം പെങ്ങൾ നഷ്ടപ്പെട്ടു, വാപ്പ നഷ്ടപ്പെട്ടു, കൂടെ സ്വന്തം ഭാര്യയ്ക്കും അസുഖം വന്നതോടുകൂടി ഒരു മാറ്റം വന്നുപോയി. അത് RCCയിൽ ചില പോസ്റ്റുകളിൽ കാണാം. നിങ്ങൾ RCCയിൽ ഇപ്പോൾ ഈ മതപരമായ കാര്യങ്ങൾ സംസാരിക്കുന്നവർ ചിലർ പോസ്റ്റ് ഇടും. ഇവരെ കൊണ്ടുപോയി RCCയിൽ ഒരു 3 ദിവസം നിർത്തിയാൽ മതി, അവരെ മനസ്സാകെ മാറിപ്പോകുമെന്ന് പറഞ്ഞു. സത്യമാണത്. നിങ്ങൾക്ക് നിങ്ങളെ ഭക്ഷണം നിങ്ങളെ വീട്ടിലുണ്ടാക്കിയാലുള്ളൂ ഇന്ന് രക്ഷ. ഏത് കണ്ണാടിക്കൂട്ടിലിട്ടിട്ട് ജൈവ പച്ചക്കറി എന്ന് പറഞ്ഞിട്ട് വിൽക്കുകയാണെങ്കിൽ അത് നിങ്ങൾ വിശ്വസിക്കരുത്. അതെല്ലാം കച്ചവടമാണ്. കാരണം ബിസിനസ് എന്ന് പറഞ്ഞാൽ അതൊരു ലാഭേച്ഛയോട് കൂടി ചെയ്യുന്നതാണ്. ഏത് കാര്യം, നിങ്ങളാണെങ്കിലും ഒരു ഭൂമി കച്ചവടമാണെങ്കിൽ നിങ്ങളെ ലാഭമാണ് നിങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഇതേമാതിരി കാര്യം വരുമ്പോൾ നിങ്ങൾ സ്വന്തമായി കൃഷി ചെയ്ത് വീട്ടിലെ ആവശ്യത്തിന് വിൽപ്പന എന്നുള്ളത് നിങ്ങൾ ഒഴിവാക്കുക. വിൽപ്പനയൊന്നും ഈ ജൈവ കൃഷി ചെയ്തുകൊണ്ട് വിൽക്കാനൊന്നും ഒഴിഞ്ഞ് ലാഭം ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം അതിന് ഇവിടുത്തെ നിയമങ്ങളെല്ലാം മാറി വരണം. ഇന്നത്തെ നിയമത്തിൽ ആർക്കും വേണമെങ്കിൽ ജൈവം എന്ന് പറഞ്ഞ് എന്തും വിൽക്കാം. ജനങ്ങൾ വഞ്ചിതരാകാതെ സ്വന്തം കൃഷി ചെയ്യുക. അതിന് ഇതേമാതിരിയുള്ള സംഘടനകളോടും കൂട്ടായ്മകളോടും കൂടി നിങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു പോവുക. അതിനുള്ള സഹകരണങ്ങൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങളൊരു ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്, അത് ഞാനിവിടെ കൊടുക്കാം. അതിൽ നിങ്ങൾക്ക് സംസാരിച്ചാൽ നിങ്ങൾക്കുള്ള സംശയം തീർത്ത് കിട്ടും. അതേമാതിരി വിത്ത് വേണമെങ്കിൽ, ഗ്രോ ബാഗ് വേണമെങ്കിൽ അത് കൊറിയറിലും അയച്ചു കിട്ടും. ഇവരോടും നിങ്ങൾ ബന്ധപ്പെട്ടിട്ട് സഹകരിച്ചിട്ട് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ യോടെ കാത്തു നിൽക്കുന്ന ക്ലാസ് ഉടനെയുണ്ട്. അതിന് തൊട്ട് മുന്നേ നമ്മുടെ റഷീദ് 2 വാക്ക് സംസാരിക്കാൻ അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ബീരാം സാഹിബ്, മറ്റ് വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള കർഷക സുഹൃത്തുക്കളെ, പ്രസംഗിക്കാനൊന്നും അറിയില്ല എന്നെങ്കിലും 2 വാക്ക് പറയാമെന്നുള്ളതേ ഉള്ളൂ. ആദ്യമായിട്ട് ഖത്തർ വെളിച്ചം വെളിയങ്കോടിന് നന്ദി പറയുകയാണ്. ഞങ്ങളുടെ തേടി വന്ന് കൃഷിയിടങ്ങളൊക്കെ കണ്ട് ആദരിക്കാനുള്ള സന്മനസ്സിന് ആദ്യമായിട്ട് നന്ദി പറയാം. പൊതുവേ ഞാൻ പറഞ്ഞാണ് ഇത്ര ആദരത്തിനോട് താല്പര്യക്കുറവുണ്ട്. വീരാൻകുട്ടി സാഹിബ് ചിലപ്പോൾ എന്നോടൊരു നീരസം ഉണ്ടായിരിക്കും. കാരണം അദ്ദേഹം പഞ്ചായത്തിൽ നിർബന്ധപൂർവ്വം ആദരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ നിർബന്ധപൂർവ്വം പറഞ്ഞാണ്. ഒട്ടും താല്പര്യമില്ല, അതുകൊണ്ട് ചെയ്യരുതെന്ന് പറഞ്ഞാൽ. എന്തായാലും കൂടുതൽ ഇരിക്കുന്നത് സ്ത്രീകൾ വീട്ടമ്മമാരായതുകൊണ്ട് ഒരു കാര്യം പറയാം. സത്യത്തിൽ ഈ ആദരവ് ഏറ്റുവാങ്ങേണ്ടിയിരുന്നത് എന്നേക്കാൾ അർഹതപ്പെട്ടത് എൻ്റെ ഭാര്യയായിരുന്നു. കാരണം 75% ഇൻവോൾവ്മെൻറ്റ് അവരുടേതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും അവർക്കുള്ളതാണ്. ഞാൻ ബേസിക്കലായിട്ടൊരു മടിയനായിട്ടുള്ള ഒരാളാണ്. ബേബി സാറിനൊക്കെ അറിയാം.
അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത്, എന്നെപ്പോലെ മടിയനായ ഒരാൾക്ക് ഇത്ര നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ വളരെ എന്നേക്കാൾ നന്നായി ചെയ്യാൻ പറ്റും. കാരണം അതിൽ നിന്ന് കിട്ടിയ